കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ വരണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ കാത്തിരിക്കുന്നത് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് എന്നറിയില്ലല്ലോ. അമ്പാടിയിലെ ഏത് രൂപമാണ് ഇന്നിപ്പോൾ ആ വിഗ്രഹത്തിൽ തെളിഞ്ഞിരിക്കുന്നത്, കളഭം കൊണ്ട് അലങ്കരിച്ചിട്ടുള്ളതെന്ന് അറിയില്ല. അപ്പോൾ നമുക്കങ്ങനെ പോവാം. അങ്ങനെ പോയി നോക്കുമ്പോൾ ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ഇങ്ങനെ വരുമ്പോൾ അടുത്തുള്ള അത്തിമര ഗണപതിയെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാനായിട്ട് വരാം. ഒന്ന് ദർശനം ചെയ്ത് പ്രദക്ഷിണമൊക്കെ ചെയ്ത് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കിങ്ങനെ വരാം. അങ്ങനെ വരുമ്പോൾ നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് ഇങ്ങനെ വരിക. അങ്ങനെ ഗോപുരവാതിൽ കടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും അതിന് മീതെയുള്ള ആ കേശവൻ്റെ 2 കൊമ്പുകൾ, സ്വർണം കെട്ടിച്ച കൊമ്പുകൾ കാണാം. അതിന് നടുക്കായിട്ട് ലക്ഷ്മി ദേവീനെയും ഒക്കെ കാണാം. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കണ്ടിങ്ങനെ ആ വാതിൽപ്പടി അങ്ങോട്ട് കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ വശത്തുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം കാണാം. ആ കെടാവിളക്ക് ഇരുന്ന് കത്തുന്നത് ഇങ്ങനെ കാണാം. അപ്പോൾ അതേപോലെ വലതേ സൈഡിലുള്ള ആദ്യത്തെ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ തൂണ് നോക്കിയിട്ടൊന്ന് തൊഴുത് മനസ്സിൽ സ്മരിച്ച് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊരു രസമാണ്. ആകെ നിറഞ്ഞ ആ ഒരു ദീപാലങ്കാരമാണ് കാണാനുള്ളത്. സ്വർണ്ണ വിളക്കും വെള്ളി വിളക്കിലൊക്കെ ഉള്ള നെയ്യൊഴിച്ച് കത്തിക്കുന്ന ആ തിരിയുടെ ആ എന്താ പറയുക, ആ പ്രൗഢഗംഭീരമായ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. നിറച്ചും വെളിച്ചം. അങ്ങനെ ഭഗവാന്റെ ആ വിഗ്രഹത്തിലും തട്ടിയിട്ട് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ആ ദീപശിഖ അങ്ങനെ എത്തുകയാണ്. അപ്പോൾ അതൊരു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. അങ്ങനെ നോക്കി വരുമ്പോൾ 2 കാൽപാദങ്ങൾ ഇങ്ങനെ കാണാണ്ട്, കാൽവളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കുമ്പോൾ മഞ്ഞ പട്ട് ഞൊറിഞ്ഞിങ്ങനെ ഉടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഊഞ്ഞാൽപ്പടിയിലിരുന്ന് ഊഞ്ഞാലാടുക കേട്ടോ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. 2 കൈ കൊണ്ടും ഇങ്ങനെ ആ ഊഞ്ഞാലിൻ്റെ ആ കയറുമ്മിലിങ്ങനെ പിടിച്ച് മുറുകെ പിടിച്ചിട്ടുണ്ട്. വീഴൊന്നുമില്ല, വീഴാതിരിക്കാൻ വേണ്ടി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓടക്കുഴലിങ്ങനെ അരയിൽ തിരുകിയിട്ടുണ്ട്. എന്നിട്ടിങ്ങനെ പുഞ്ചിരിച്ചിരിക്കുക. ഞാൻ ഊഞ്ഞാലുമ്മിലാണ് കേട്ടോ, ഊഞ്ഞാലാടുകയാണ്. ഊഞ്ഞാലാടാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് പോലെ തന്നെയാണ്. കാലൊക്കെ ഒന്ന് കുറച്ചിങ്ങനെ ആടുന്ന പോലെയാണ് ഇരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. എന്തു രസം. 1-2 വയസ്സൊക്കെ തോന്നിക്കുള്ളൂ, ചെറിയൊരു ഉണ്ണി അങ്ങനെ ഇരുന്ന് ആടുകയാണ്. നമ്മളെയൊക്കെ നോക്കിയിട്ട് ആരൊക്കെ വരുന്നത്, ആരൊക്കെ കാണുന്നത്, ആരൊക്കെ എന്നെ കാണാൻ വരുന്നത് എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ആ കാഴ്ച. അങ്ങനെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു വളയം പോലത്തെ മാല കഴുത്തിൽ ചാർത്തിയിട്ടുണ്ട്. പതക്കം പോലത്തെ മാല ഉണ്ട്. പിന്നെ ഒരു മുല്ലപ്പൂവിൻ്റെ അങ്ങനത്തെ ഒരു മുല്ലമൊട്ടുമാല ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ പുഞ്ചിരിക്കുന്ന മുഖത്തെ നന്നായിട്ട് ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പീലിത്തിരിമുടി കെട്ടിയിട്ട് ഇങ്ങനെ പൊന്നിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്, സ്വർണത്തിൻ്റെ കിരീടം വെച്ചിട്ടുണ്ട്. പൊന്നോടക്കുഴലും സ്വർണ്ണ ഗോപിയും ആ പൊന്നിൻ്റെ കിരീടമൊക്കെ ഇങ്ങനെ തിളങ്ങാണ് ആ പ്രകാശത്തിൽ. അതാണ് ആ കാണുന്നത് നമ്മൾ. അങ്ങനെ നോക്കി വരണ അതിൻ്റെ മുകളിൽ തിരുമുടിമാല 2 ഉണ്ട്. വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതും. അതേപോലെ തന്നെ വലിയ ഉണ്ടമാലകൾ 2 ഉണ്ട്. ഉണ്ടമാലകൾ ആടി, അതായത് ഇങ്ങനെ മാറക്കൂടെ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അത്യാവശ്യം ഇങ്ങനെ ഞാന്ന് കിടക്കുകയാണ്. ഊഞ്ഞാലാടുകയാണല്ലോ. അപ്പോൾ ആ ഒരു കാഴ്ചയിൽ അതും എങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂവ് തുളസി തെച്ചി ആയിട്ടുള്ള അങ്ങനെ തന്നെ ഏകദേശം സമം പോലെ ചാർത്തിയിട്ടുള്ളത്. ആ ഒരു കാഴ്ചയാണ് കാണുന്നത് ഭഗവാന്റെ ശ്രീലകത്ത്. അപ്പോൾ നമ്മളെല്ലാവരും സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ആ ഉണ്ണിക്കണ്ണനെ, ആ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ കണ്ടു തൊഴുന്നതായിട്ട് അങ്ങോട്ട് സങ്കല്പിക്കുക. അപ്പോൾ എല്ലാവരുടെയും മനസ്സ് ആ സങ്കല്പത്തിൽ നമ്മുടെ ഗുരുവായൂരപ്പനെ അങ്ങനെ കാണുകയാണ്. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ആ ഉണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് അവിടുന്ന് ഇങ്ങനെ ഇറങ്ങി നമ്മൾ
അഗ്നികോണിലുള്ള ബലിക്കല്ല് നോക്കി തൊഴുത് തിടപ്പള്ളി നോക്കി തൊഴാം. അതേപോലെ തിരിഞ്ഞിങ്ങനെ വരുമ്പോൾ ചുമരിൻ്റെ മുകളിലുള്ള അല്ലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ആ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. അവിടെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ നേരെ വന്ന് വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് വരുമ്പോഴോ അവിടെ അങ്ങനെ വന്ന് കുറച്ചൊക്കെ തിരക്കുണ്ട്. അവിടെയാണ് കയറുമ്പോൾ തിരക്കൊക്കെ ഉണ്ട്. എന്നാലും അതിലൂടെ അങ്ങനെ കയറിയാലേ ഗണേശൻ്റെ ആ മുഖമൊക്കെ അങ്ങനെ കാണാം. മുഖത്തൊക്കെ ചന്ദനം ഇങ്ങനെ ചാർത്തിയിട്ട് നന്നായിട്ടുണ്ട്, അലങ്കാരമായിട്ട് തന്നെ ഉണ്ട്. ആ മുഖത്തൊക്കെ ഇങ്ങനെ ചന്ദനം ചാർത്തിയ കൊമ്പ് തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ലൊരു മഞ്ഞ പട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കദളിപ്പഴം അവിടെ വെച്ചിട്ടുണ്ട്, പഴുത്ത കദളിപ്പഴം വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പിന്നെ ധാരാളം മാലകളുണ്ട്. നല്ല താമരപ്പൂവിൻ്റെ മാല കൊടുത്തിട്ടുണ്ട്. താമരപ്പൂ കൊണ്ട് ഇങ്ങനെ അർച്ചന ചെയ്തിട്ടുണ്ട്. തുളസിപ്പൂവുണ്ട്, കറുകപ്പൂവുണ്ട്, അങ്ങനെയൊക്കെ പാട്ട് കറുകപ്പുല്ല്, അങ്ങനെ എല്ലാം കൂടി തികഞ്ഞ ഒരു ഗണേശനായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഗണേശനെ കണ്ട് തൊഴുകട്ടോ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ആറയിലേക്ക് നോക്കുക. സരസ്വതി ദേവിയുടെ അവിടെ 2 മാലകളുണ്ട്, തുളസിയും തെച്ചിയായിട്ടുള്ള വെളുത്ത പൂവായിട്ടുള്ളത്. ഇനിയിപ്പോൾ പുതിയ സരസ്വതി ദേവിയുടെ ഫോട്ടോ വേറെ വരും. അതേവരെ നമുക്കിത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയാൽ ആ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ വരുമ്പോൾ മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. ഇനിയിപ്പോൾ എന്താ മേൽശാന്തി, ഈ മേൽശാന്തിയുടെ ദിവസം കഴിഞ്ഞു. കണ്ണനെ എന്താ പറയുക, കണ്ണൻ്റെ അമ്മ സ്ഥാനത്തുനിന്ന് ഇറങ്ങേണ്ടി വരികയാണ്. ഇനിയിപ്പോൾ അടുത്ത മേൽശാന്തി ഒക്ടോബർ 1 മുതൽ പുതിയ മേൽശാന്തിയാണ്. അപ്പോൾ എന്തായാലും അതൊരു ജന്മസുഹൃതം. ഓരോ മേൽശാന്തിമാർക്കും കിട്ടുന്ന മുജ്ജമ്മ സുഹൃതം കൊണ്ട് കിട്ടുന്ന 6 മാസം. അപ്പോൾ എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങാം. അതൊക്കെ വാങ്ങിയിട്ട് വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപവും അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് അവിടെയും ധാരാളം മാലകളുണ്ട്. താമരമാലകളുണ്ട്, തുളസി മാലകളുണ്ട്, ഒക്കെ ധാരാളം ചെണ്ടുമല്ലിയൊക്കെ ഉണ്ട്, ജമന്തിയും ഒക്കെ. അപ്പോൾ അവിടെ പ്രാർത്ഥിച്ച് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും കൃഷ്ണനൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പോൾ മാലകളൊന്നുമില്ല കേട്ടോ, കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ. നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാഗ്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഓവിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ പടിഞ്ഞാറേ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിയാൽ താമരക്കണ്ണനെ കാണാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. അതിനുശേഷം നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരം കണ്ട് തൊഴാം. പിന്നീട് മണിക്കിണറും നൃത്താറയൊക്കെ കണ്ട് തൊഴുത് കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് ഇങ്ങനെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വരാം. അങ്ങനെ ചന്ദനം കൊടുക്കുന്ന പ്രസാദം കൗണ്ടറിൽ വന്നിട്ട് ചന്ദനവും തീർത്തൊക്കെ വാങ്ങിയിട്ട് എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് വരാം. ഭഗവതിയുടെ അടുത്തേക്ക് വരുമ്പോഴും അവിടെയൊക്കെ കുറച്ച് തിരക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഭഗവതിയുടെ അടുത്തേക്ക് പോവുക.
അങ്ങനെ പോയി. ഇപ്പോൾ ഉത്സവത്തിൻ്റെ നവരാത്രി കാലമായില്ലേ, അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുകളായി തുടങ്ങി. ഇനിയിപ്പോൾ 30-ാം തീയതി, 1-ാം തീയതി, 2-ാം തീയതി ഒക്കെ അവധികളാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും കുറച്ച് ആൾക്കാർക്ക്. കാരണം ടോക്കനും കാര്യങ്ങളൊന്നും ഉച്ചവരെ ഉണ്ടാവില്ല, 6 മണി തൊട്ടിട്ട്. അപ്പോൾ നമുക്ക് അമ്മയുടെ അടുത്തേക്ക് വരിക. അമ്മയുടെ അടുത്തേക്ക് വരുമ്പോൾ എന്താ, ഗോളക ആണ് ചാർത്തിയിട്ടുള്ളത്. പിന്നെ ധാരാളം പൂക്കളുണ്ട്, അർച്ചനപ്പൂക്കൾ, താമരപ്പൂക്കളൊക്കെ ധാരാളം ഉണ്ട്. അതേപോലെ തെച്ചിപ്പൂക്കളുണ്ട്, ചുവന്ന പട്ടുടുപ്പിച്ചിട്ടുണ്ട്. ആ ശിവേലി വിഗ്രഹത്തിലും അതേപോലെ ധാരാളം മാലകളുണ്ട്. അപ്പോൾ നമുക്ക് അമ്മേനെ പ്രാർത്ഥിക്കാം കേട്ടോ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് നമ്മളങ്ങനെ വരുമ്പോൾ കോർണറിലെത്തിയ മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് ഒന്ന് തിരിഞ്ഞ് പ്രദക്ഷിണം ചെയ്യുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിക്കുക. അപ്പം നമ്മൾ മമ്മിയൂർ പോയി ദർശനം കിട്ടിയ പോലെയാവും. അതിനുശേഷം നമ്മൾ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ ഊഞ്ഞാലാടുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിച്ച് കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് വരാം. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നാൽ കിടാവിളക്ക് ഇങ്ങനെ കാണാം, അത് കണ്ട് തൊഴാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് വരിക. അയ്യപ്പസ്വാമിയുടെ അവിടെയും നല്ല രസമായിട്ട് അങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മുഖമൊക്കെ നല്ലതായിട്ട് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്, കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്, വലിയ മാലകൾ വെച്ചിട്ടുണ്ട്, സ്വർണത്തിൻ്റെ മാല ഉണ്ട്, കാതിൽ കടുക്കൻ വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ട് ഗോപീതിലകൊക്കെ വെച്ച് നന്നായിട്ടാണ് അയ്യപ്പസ്വാമി അനുഗ്രഹിക്കാനിരിക്കുന്നത്. അപ്പോൾ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ആ വേണുഗോപാല സ്വരൂപം കണ്ട് തൊഴാം, ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള. അതേപോലെ ഒന്ന് കുറച്ചിങ്ങോട്ട് ഇറങ്ങുന്ന കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് നമ്മൾ പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്തേക്ക് വരിക. അങ്ങനെ വന്ന് രുദ്രതീർത്ഥക്കുളത്തെ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യാൻ നോക്കുമ്പോൾ ആ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയായ കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ നമ്മൾ അന്നലക്ഷ്മി ഹാളിൻ്റെ അധീനം അങ്ങനെ വന്നാൽ നാരായണാലയത്തിൽ വരാം. അവിടെ വരുമ്പോൾ പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നേരെ ഇങ്ങനെ ഭഗവതിയുടെ അവിടെ വന്ന് ഒന്നുകൂടി തൊഴാം. പിന്നെ കിഴക്കേ നടയിലെ വലിയ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് തൊഴാം. ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഒന്നുകൂടി നമ്മൾ കണ്ട് തൊഴുത് തെക്കേ നടയിലേക്ക് ഇങ്ങനെ വന്ന് തെക്കേ നടയിലുള്ള കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ പോവുക. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയും ഒക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളപാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവരവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ ഗുരുവായൂരപ്പൻ തുണയേകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.